പൂരം അലങ്കോലമാക്കിയതിൽ സിപിഐ ആരോപണങ്ങൾ തള്ളി എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബാഹ്യ ഇടപെടലോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തൽ. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയില്ലെന്നാണ് എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രം. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടികൾ സ്വീകരിച്ചത്. അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല. വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയാണെന്നും എഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ടാണ് എം.ആർ. അജിത് കുമാർ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് പ്രതിപക്ഷവും സിപിഐയും അംഗീകരിക്കുന്നില്ല. ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് തന്നെയാണ് സിപിഐയുടെ നിലപാട്. പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയ പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട്, അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത്. ബിജെപിയും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ബോധപൂർവമായ അട്ടിമറി ഉണ്ടായോ അട്ടിമറി ഉണ്ടായില്ലയോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം. പോലീസുമായി ഒത്തുചേർന്ന് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. എസ് പിക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണം, എസ് പിയെ മാറ്റണം എന്ന് അതിശക്തമായി ആവശ്യപ്പെട്ടവരാണ് ബിജെപി. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് ഡിജിപിക്ക് മുന്നിലെത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയെന്നതും ശ്രദ്ധേയമാണ്. പൂരം അലങ്കോലമാക്കിയതിൽ ഗൂഢാലോചന ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണം നടത്തിയെന്നതാണ് പ്രതിപക്ഷത്തെയും സിപിഐയെയും ചൊടിപ്പിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വവും തള്ളി. കമ്മീഷണർക്ക് മാത്രമല്ല വനം വകുപ്പിനും പൂരവിവാദത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. NGOസിന്റെ ഇടപെടലുകൾ ഇതിലുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അന്വേഷിച്ച് അതിന് തക്കതായ ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ദേവസ്വത്തിന്റെ സെക്രട്ടറി എന്നുള്ളതിൽ പറയാനുള്ളത്. ഗവൺമെന്റ് തലത്തിലല്ല, അത് ഏത് തലത്തിൽ നമുക്ക് ചിന്തിച്ചാലും നമുക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മുടെ വെക്കട്ടേക്കാൻ അവസാനം ഒന്ന് അവസാനിക്കും. സിപിഐ അടക്കം നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇനി അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം. പ്രതിപക്ഷത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യത്തോടുള്ള നിലപാടും ശ്രദ്ധേയമാകും. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ന്യൂസ് 18 തിരുവനന്തപുരം.